മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ എം ആർ അഭിലാഷ്, CBIയെ മോദി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം CBIക്കുള്ള സവിശേഷ അധികാരം എടുത്തു കളഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ, അതേപോലെ ആന്ധ്രയും. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ അധികാരമില്ല എന്ന നിലപാടാണ് ഈ ഘട്ടം വരെയും പശ്ചിമബംഗാൾ എടുത്തിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. അങ്ങനെ ആകുമ്പോഴും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട, സംസ്ഥാനത്തിലെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണത്തിന് CBI വരുമ്പോൾ ആ അന്വേഷണത്തിന് ആ സംസ്ഥാനത്തിൻ്റെ അനുമതി വേണ്ടതല്ലേ? അങ്ങനെയാണ് ഇന്ദിരാ ജയ്സിംഗിനെ പോലുള്ള അഭിഭാഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത്. സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം, നിലപാട് ഇക്കാര്യത്തിൽ ചോദിക്കേണ്ടതല്ലേ? സ്മൃതി, ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു സമ്മതം ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിലെ സെക്ഷൻ 6 പ്രകാരം കൺസെൻറ്റ് വേണ്ടതായിട്ടുണ്ട്. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത് CBIയുടെ റുഡിമെൻ്ററി പേരാണ്. അതാണിന്ന് CBI അറിയപ്പെടുന്നത്. ആദ്യം ഈ നിയമം 46-ൽ ഇനാക്ട് ചെയ്യപ്പെട്ടത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അതിനുശേഷം സെക്ഷൻ 6 പ്രകാരം സ്റ്റേറ്റുകളിലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും, പ്രൊവൈഡഡ് അവരുടെ സമ്മതമുണ്ടെങ്കിൽ. അങ്ങനെ കൺസെൻറ്റ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ കൺസെൻറ്റാണ് ഇപ്പോൾ ഇവർ റെസിൻഡ് ചെയ്തത്, അവർ വിഡ്രോ ചെയ്തത്. സമാനമായ കേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കാസി ഡോർജി കേസ് എന്ന് പറയുന്ന 1994-ലെ കേസ്, അതിന് നാർ ബഹാദൂർ ഭണ്ഡാരി കേസെന്നും പറയും, ആ കേസിനെ അറിയപ്പെടുന്നുണ്ട്. നാർ ബഹാദൂർ ഭണ്ഡാരി ചീഫ് മിനിസ്റ്റർ ആയതിനു മുമ്പ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അഴിമതി ആരോപണം CBI അന്വേഷിക്കുകയും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം ഈ കൺസെൻറ്റ് വിഡ്രോ ചെയ്യുകയും പണ്ട് കൊടുത്ത 76-ലോ മറ്റോണ് കൺസെൻറ്റ് ആദ്യം കൊടുത്തത്, ആ കൊടുത്ത കൺസെൻറ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു: കൺസെൻറ്റ് വിഡ്രോ ചെയ്തു, കൺസെൻറ്റ് നേരത്തെ കൊടുത്തത് അത് ക്യാൻസൽ ചെയ്തു. ഈ നോട്ടിഫിക്കേഷനെ ചലഞ്ച് ചെയ്തിട്ടാണ് കാസി ഡോർജി എന്ന് പറയുന്ന ഒരു മുൻ മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ ചെന്നത്. അപ്പോൾ കോടതി പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷനെ ഒരു രീതിയിലും ഇത് ബാധിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ കോടതി ലേ ഡൗൺ ചെയ്യുകയാണ് ഈ ജഡ്ജ്മെൻറ്റ് വഴി ചെയ്തത്. അപ്പോൾ ഇത് ഈ വിഷയത്തിൽ ഓൾറെഡി കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ, അതുപോലെ CBI വെസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു കേസും നിയമപരമായി അതിൻ്റെ പ്രാബല്യം നിലനിർത്തപ്പെടുന്നുണ്ടാവും. അതുപോലെ തന്നെ കോടതി ഉത്തരവുകളാൽ അന്വേഷിക്കപ്പെടുന്ന കേസുകൾ ഇനിയാണെങ്കിൽ തന്നെയും അങ്ങനെ കോടതി ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ CBIക്ക് അന്വേഷിക്കാൻ കഴിയും. കോടതി ഉത്തരവിലാൽ അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേസുകളെ ഒന്നും തന്നെ ഇത് ബാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഇൻ ജനറൽ പെൻഡിങ് കേസുകളൊന്നും തന്നെ ബാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഇന്ദിരാ ജയ്സിംഗിൻ്റെ ഒരു സീനിയർ അഭിഭാഷകയാണ്. അവരുടെ ഈ കാഴ്ചപ്പാടിന് നിയമപരമായി എത്രത്തോളം പ്രാബല്യമുണ്ടെന്നറിയില്ല. രാഷ്ട്രീയമായി ഒരു പക്ഷേ അതൊരു പ്രസക്തമായ വാദമായിരിക്കാം. CBIക്ക് ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. വെസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊരു അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. കാസി ഡോർജി കേസിൽ സുപ്രീം കോടതി പറയുകയുണ്ടായി, അങ്ങനെ ജനറൽ ക്ലോസസ് ആക്ടിൻ്റെ സെക്ഷൻ 23 പ്രകാരം നോട്ടിഫിക്കേഷൻ റീവോക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരിക്കലും റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് കൊടുക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. അപ്പോൾ അതൊന്നും തന്നെ ഇതിനെ ബാധിക്കുന്നതല്ല. CBIക്ക് അവരുടെ അന്വേഷണവുമായി മുൻപോട്ട് പോകുവാൻ കഴിയും. അതുപോലെ തന്നെ സുപ്രീം കോടതി ഇഷ്യൂ ചെയ്ത കണ്ടംപ്റ്റ് നോട്ടീസിൻ്റെ ഹിയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്തൊരു വിൽഫുൾ ഡിസൊബീഡിയൻസ് ഉണ്ട് എന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ, ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ വളരെ ഹെവി ആയിട്ട് വി വിൽ കം ഡൗൺ ഹെവിലി എന്നാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പം കൽക്കട്ട പോലീസ് ചീഫ് ജയിലിൽ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ ചെന്നെത്താം. കാരണം സുപ്രീം കോടതി 2014-ലെ ഉത്തരവിൽ പറഞ്ഞത് എന്താ? നീഡ്ലെസ് ടു സേ ദാറ്റ് ദ സ്റ്റേറ്റ് പോലീസ് ഏജൻസീസ് കറന്റ്ലി ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസസ് ഷാൽ പ്രൊവൈഡ് ഫുള്ളസ്റ്റ് കോപ്പറേഷൻ ടു ദ CBI, ഇൻക്ലൂഡിംഗ് അസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിന്നൊന്നും വിത്ത്ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. നേരത്തെ പ്രിയപ്പെട്ട ഡോക്ടർ കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയതുപോലെ CBIക്ക് ഇതിനകത്ത് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത് എന്നുകൊണ്ട് CBIക്ക് അതിൻ്റേതായ ഒരു നൈതികത, അതിൻ്റേതായ ഒരു നിയമപരതയൊക്കെ ഇതിനകത്തുണ്ട്. അറ്റ് ദ സെയിം ടൈം CBI എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം
രാഷ്ട്രീയമായി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് സുപ്രീം കോടതി തന്നെ ഒബ്സർവ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് തന്നെയാണ് കോടതിക്ക് തന്നെ, തീർച്ചയായും കോടതിക്ക് അത് അറിയാമല്ലോ. ഇപ്പോൾ ഈ സായുധ കലാപം നടത്താനുള്ള ശ്രമമാണ് അവിടെ നടന്നതെന്നൊക്കെയാണ് CBIക്ക് വേണ്ടി വാദിക്കപ്പെട്ടത്. പക്ഷേ അത് കോടതി അംഗീകരിച്ചിട്ടില്ലല്ലോ, കോടതി അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ലല്ലോ. അല്ല, കോടതി കണ്ടംപ്റ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ കാരണമായ സബ്മിഷൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെൻട്രൽ പോലീസിനെ സ്റ്റേറ്റ് പോലീസ് റെസ്ട്രെയിൻ ചെയ്തു, ഇൻറ്റിമിഡേറ്റ് ചെയ്തു. ആ ഒരു ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് കേട്ടതിന് ശേഷമാണ് കോടതി കണ്ടംപ്റ്റ് പെറ്റീഷനിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. അത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് ഫെഡറലിസമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമപ്രകാരം CBI നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് തന്നെ നമുക്കൊരു പരിധിവരെ പറയാൻ കഴിയുന്ന CBI സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ്റെ അനുബന്ധമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിവരുന്ന അന്വേഷണത്തിൽ തടയിടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ്. അറ്റ് ദ സെയിം ടൈം സ്മൃതി, നാം മനസ്സിലാക്കേണ്ടത് CBI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻഡിപെൻഡൻസിനെ റീസ്റ്റോർ ചെയ്യുവാൻ പാർലമെൻറ്റ്, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുമെല്ലാം ശക്തമായ നിലപാടെടുക്കേണ്ടുന്ന അല്ലെങ്കിൽ നടപടിയെടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്കിവിടെ ഒരു CBI ആക്ട് ഉണ്ടാകണം. മാറുന്ന കാലഘട്ടത്തിനെ കണ്ടുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല എക്സ്പീരിയൻസസ്, അതിപ്പം BJP ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല. നരസിംഹറാവു വരെയും ഹവാല കേസിൽ CBIയുടെ ഇൻവെസ്റ്റിഗേഷനെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കണക്കിലെടുത്തുകൊണ്ട് പാർലമെന്റ് ഒരു കോംപ്രിഹെൻസീവായിട്ട് NIA ആക്ട് ഇല്ലേ, അതുപോലെ എന്തുകൊണ്ടൊരു CBI ആക്ട് കൊണ്ടുവരുന്നില്ല? കോംപ്രിഹെൻസീവായിട്ട് വിമുക്തമാക്കിക്കൊണ്ടുള്ള. ശ്രീ മാത്യു കുഴൽനാടൻ, ഇതിപ്പോൾ CBI എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, CBI ആരുടെയൊക്കെ ചട്ടുകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ, ഈ കേസിൻ്റെ കാര്യത്തിൽ കോടതി നിർദ്ദേശത്തിലാണ് CBI അന്വേഷിക്കുന്നത്. അതാണ് പ്രധാനമെന്നാണ് ശ്രീ MR അഭിലാഷ് ചൂണ്ടിക്കാണിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശത്താലാണ് CBI പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇവിടെ വേണമെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കോട്ടെ എന്ന് വെല്ലുവിളിക്കുന്നുണ്ട് മമതാ ബാനർജി. അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്ന് മുന്നിൽ കാണുന്നുണ്ട് മമത. ഇതിനൊക്കെ നിങ്ങളൊരു ചട്ടുകമാവുകയാണോ ശ്രീ മാത്യു കുഴൽനാടൻ? അല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ബഹുമാന സുഹൃത്ത് ശ്രീ ബാലഗോപാൽ നേരത്തെ സൂചിപ്പിച്ച ബംഗാളിൽ നിങ്ങൾ വളരെ സ്വാത്വികമായി ഭരിക്കുകയായിരുന്നു എന്ന് ഒരിക്കലും പറയരുത്. ഞാനത് ഒരിക്കലും അത് കേട്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ യൂത്ത് കോൺഗ്രസ് ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എൻ്റെ കൗതുകം കൊണ്ട് എന്തുകൊണ്ട് ഈ CPM-ന് ബംഗാളിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നന്വേഷിച്ച് എൻ്റെ യൂത്ത് കോൺഗ്രസ് സുഹൃത്തുക്കളോടൊപ്പം ബംഗാളിൽ പോവുകയും നിരവധി ഗ്രാമങ്ങളിൽ പോയി ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചതാണ്. നിങ്ങൾ ഒരുപക്ഷെ ബാലഗോപാൽ നന്നായിട്ട് അറിയാൻ പാടില്ലാണ്ട് പറയുന്നതല്ല. നിങ്ങളവിടെ ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ പോരാ, ഏരിയ കമ്മിറ്റി ഓഫീസുകളാണ് അവിടെ ഹുണ്ടിക പിരിവ് നടത്തി. 35 വർഷത്തെ ഭരണം അവിടെ അവസാനിച്ചു എന്നുള്ളത് തന്നെ അതിന് തെളിവാണ്. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് തർക്കത്തിന് വിഷയമേ അല്ല. അതിലേക്ക് പോകേണ്ടതില്ല ശ്രീ മാത്യു, നമ്മുടെ സമയവും ചുരുങ്ങുകയാണല്ലോ. ഓക്കെ, ലീവ് ഇറ്റ് ദേർ. അപ്പോൾ സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്മേലാണ് CBI അന്വേഷണം നടക്കുന്നത്. ആ കാര്യം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരിക്കലും മമതാ ബാനർജിയുടെ വക്കീലായിട്ടോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെറിറ്റിലേക്ക് പോകാൻ നമ്മൾ വരട്ടെ, മെറിറ്റ് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അവരും ഒരു പൊളിറ്റിക്സ് കാണുന്നുണ്ട്. ഇനി നാളെ മമതാ ബാനർജി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ ഈ ബംഗാളിയുടെ അഭിമാനം പണയം വെക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ വികാരമായി അവർക്ക് പൊളിറ്റിക്സ് എങ്ങനെ പ്ലേ ചെയ്യണമെന്ന് അറിയാം. അതുകൊണ്ട് അതൊന്നും ശരിയാണെന്നോ അതാണ് റൈറ്റ് എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ പലപ്പോഴും നമ്മളൊക്കെ ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പോയിന്റ്, ഈ ഇന്നത്തെ കോടതിയുടെ ഇൻട്രീം ഓർഡർ അത് ഇഴകീറി പരിശോധിച്ചാണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ഫെഡറൽ ബാലൻസ് കോടതിക്ക് നിലനിർത്തേണ്ടതുണ്ട്. അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അങ്ങോട്ട് കൂടി പോവുകയോ ഒന്ന് ഇങ്ങോട്ട് കുറഞ്ഞു പോവുകയോ ചെയ്താൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ നിലപാട് ഫെഡറൽ സ്ട്രക്ചറിനെ ചിലപ്പോൾ വീക്കൻ ചെയ്യുന്ന അവസ്ഥയിലാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ഈ ജഡ്ജിമാർ ഓർഡർ പാസ്സാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അവരന്നേരം വാദം കേട്ടാൽ ഇങ്ങനെ ആലോചിച്ചതിൻ്റെ എല്ലാ ഡയമെൻഷൻസും റാമിഫിക്കേഷൻസും ആലോചിച്ചല്ല ഓർഡർ പാസ്സാക്കുന്നത്. അവരന്നേരം വരുന്നത് അവരുടെ ലോജിക്കും റീസണിങ്ങും ആ ഒരു പ്രൂഡൻസും വെച്ചിട്ട് അന്നേരം ഡിക്റ്റേറ്റ് ചെയ്യുന്നതാണ്.
അതിന് ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയോ കുറഞ്ഞോ പോയാൽ ഭയങ്കരമായ റാമിഫിക്കേഷൻസ് ആണ്. ഇന്ന് തന്നെ ഇന്നത്തെ CBIയുടെ കണ്ടം പെറ്റീഷൻ നിങ്ങൾ വായിക്കണം. കണ്ടം പെറ്റീഷൻ വായിച്ചാൽ അതിൻ്റെ അത് പറഞ്ഞത് സ്മൃതി നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് ചേർത്ത് വെച്ച് പറയാവുന്നത്, ഞാൻ വായിച്ച പെറ്റീഷൻ ആയതുകൊണ്ട് പറയുകയാണ്, പോലീസുകാർ യൂണിഫോമിൽ ധർണയിൽ പങ്കെടുത്തു. മമതാ ബാനർജി സ്റ്റേറ്റ് ഹെഡ് കമ്മീഷണർ ഓഫീസിലേക്ക് വന്ന് അവിടെ ധർണയ്ക്ക് നേതൃത്വം നൽകി. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പരാജയപ്പെടുന്ന നിലയിലേക്ക് അനാർക്കി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാത്യു, അതിന് മമത നേരത്തെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് സർക്കാർ പരിപാടിയാണെന്നാണ് മമത പറഞ്ഞിരിക്കുന്നത്. സർക്കാർ പരിപാടിയാണ് എന്നാണ് മമത പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്ന CBIയുടെ കണ്ടം പെറ്റീഷനിലുള്ള അലിഗേഷൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയേറെ അലിഗേഷൻസ് പറഞ്ഞിട്ടും കോടതി അതിലൊന്നും സ്പർശിച്ചില്ല. അതേ സ്പർശിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ കളറും ഡയമെൻഷനും മാറിയേനെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് ടുഡേ ദ കോർട്ട് ഹസ് പാസ്ഡ് എ വെരി ബാലൻസ്ഡ്, അല്ലെങ്കിൽ വളരെ പ്രൂഡൻ്റ് ആയിട്ടുള്ള, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഡറാണ് ഇന്ന് പാസ് ചെയ്തത്. അത് തീർച്ചയായിട്ടും അതിൻ്റെ കോടതിയുടെ ആ ഒരു ഇടപെടലിലുള്ള ഒരു ഹൈ റെസ്പെക്ട് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ മൊത്തം മാറുമായിരുന്നു. പക്ഷേ ഞാനിവിടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ചിന്തിക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഡെമോക്രാറ്റിക് ഫെഡറൽ ഫാബ്രിക് എന്ന് പറയുന്നതിനെ നിരന്തരം ഇവർ വീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡെയിലി അണ്ടർ അറ്റാക്ക്. എല്ലാ നിലയിലും ഓരോ ദിവസവും ദിനം പ്രതി ഇതിനെ വീക്കം ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് ശൈലി കേന്ദ്രത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതിന് പകരമുള്ള ശൈലി നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വേറെ. പക്ഷേ നമ്മുടെ ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംരക്ഷിക്കേണ്ട ഒരു സമയമാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ പറഞ്ഞ പോലെ അവർ ഡെമോക്രസി ഈസ് ഇൻ ഡേഞ്ചർ, നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ കെ എൻ ബാലഗോപാൽ, എന്തൊക്കെ പറഞ്ഞാലും ഈ മമതയുടെ സമരത്തിന് പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ ഇപ്പോൾ കനിമൊഴി എത്തി. തേജസ്വി യാദവ് എന്ന് പറയുമ്പോൾ ലാലു പ്രസാദ് യാദവ് ഈ CBI അന്വേഷണത്തിലെ ഒരു ഇര തന്നെയാണല്ലോ. തേജസ്വി യാദവ് എത്തി. ഇന്നിപ്പോൾ ചന്ദ്രബാബു നായിഡു എത്തി. ഇന്നത്തെ സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളുമായി ആലോചിക്കണമെന്ന് മമത പറയുന്നു. അങ്ങനെ ആലോചിച്ച ശേഷം ഇന്നത്തെ ധർണ അവസാനിപ്പിക്കുന്നു. ധർണാ സമരം ഇനിയും ആരംഭിക്കും. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിച്ച ശേഷം 18-ാം തീയതിയാണ് ഈ നോട്ടീസിന് മറുപടി നൽകേണ്ടത്. 20-ാം തീയതി വീണ്ടും ഈ കേസെടുക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകും. ആ തുടർച്ചയിൽ ഒരു മുന്നേറ്റം തൻ്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ളവരെത്തുന്നു എന്നുള്ളൊരു നിലപാടിലേക്ക് മമതയ്ക്ക് എത്താനാകുന്നുണ്ട്. അങ്ങനെ നേതാക്കളും എത്തുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നേറ്റവും തുടർച്ചയൊരു സമരവും ഇതിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയാണ് ധർണ ഇരിക്കുന്നത് അറിയാമല്ലോ. ഈ സിംഗൂർ വിഷയത്തിൽ നിങ്ങളെ മറിച്ചിട്ട ആ സമരം അതേ വേദിയിലാണ്. സിംഗൂരിൽ നിന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കർഷക സമരത്തിൻ്റെ തിരിച്ചുള്ള റാലിയും തുടങ്ങിയത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ സിംഗൂരിൻ്റെ ആ ഒരു വികാരം വെച്ച് ആളുകളെ ഇളക്കാനും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അവർ നല്ലപോലെ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്ന ആളാണ്. പക്ഷേ ഇഷ്യൂ എന്ന നിലയിൽ ഈ ആളുകൾക്ക് ഒരു സംസ്ഥാനത്തിനകത്ത് 40,000 കോടി പോയി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു തുകയാണ്. പാവപ്പെട്ട ആളുകളെല്ലാം എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്യൂവിനും പോലും ചോദിക്കാൻ വയ്യാത്ത തരത്തിലേക്ക് നിൽക്കുന്ന ഒരു റിസെൻമെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഭയം ഉണ്ടായിരുന്നു. അതിനെതിരെയുള്ള ശബ്ദം അടക്കം ഉയർന്നു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു വികാരപരമായ കാര്യം വന്നു. പക്ഷേ കോടതി ഇടപെട്ടു. കോടതിക്കകത്ത് എന്ത് പറഞ്ഞാലും ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ടല്ലോ. ഈ പൈസ പോയി, കേസെടുത്തില്ല, അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഉപയോഗിച്ച രീതി BJP നേരത്തെ കേസെടുത്തില്ല എന്നുള്ള പ്രശ്നം. 4 വർഷക്കാലം കാത്തിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മമതയെ ഒന്ന് പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം, അല്ല മമതയെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, ഞങ്ങൾക്ക് പിന്തുണ തരും എന്നൊരു ഉറപ്പ്, അല്ലെങ്കിൽ പരസ്പരം ചില ധാരണകൾ, സീറ്റിന്റെ ധാരണയിലേക്കൊക്കെ കാര്യങ്ങൾ അതെ ഭയപ്പെടുത്തലിന്റെ അത് നേരത്തെയും പറഞ്ഞിരുന്നു. BJP ആയിട്ട് മുന്നണി ഉണ്ടായിട്ടുള്ളതാണ് മമതയ്ക്ക് നേരെ. കോൺഗ്രസ്സുകാരിയാണെങ്കിലും BJP ആയിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അവർക്ക് ഇപ്പോൾ അവർ സഖ്യത്തിനെടുക്കുന്നു. കാരണം അത് നോക്കിക്കോളൂ, അവർക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ സീറ്റ് ഉണ്ടോ എന്നൊക്കെ അന്നത്തെ കഴിയാം. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഈ കാര്യം BJP അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് തന്നെ എടുത്തത്, യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ 4 വർഷം മുമ്പ് തന്നെ ഈ കേസ് അവർ അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടതാണ്. പക്ഷേ കോടതി ഇടപെട്ടിട്ടുണ്ട്. ലീഗലായ ചില കാര്യങ്ങൾ വരും. എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിലെ സുപ്രീം കോടതിയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു അനാർക്കിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലൊക്കെ പോയത്. ഈ തേജസ്വി യാദവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ലാലു പ്രസാദ് യാദവിനെ CBI ഉപയോഗിച്ചാരാ? ഈ CBIയുടെ ഈ ജനാധിപത്യ സംവിധാനത്തെ തകർച്ചയിൽ രോദനം കൊള്ളുന്ന മാത്യുവിൻ്റെ പാർട്ടിയാണ്. ഇന്ത്യയിലെല്ലാം അവരാണ് ഇത് തരത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. മാത്യു എന്ന ആൾ പാർട്ടിയിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളേ.
കോൺഗ്രസ് പാർട്ടി ദീർഘകാലം ഈ കൂട്ടിലടച്ച തത്തയായിട്ട് ഉപയോഗിച്ചിരുന്ന CBI ഇപ്പോൾ BJP ഉപയോഗിക്കുന്നു, കുറച്ചുകൂടി മോശമായി ഉപയോഗിക്കുന്നു. ആ ഒരു പ്രവണത എങ്ങനെ അവസാനിപ്പിക്കാൻ ശ്രീ അഭിലാഷ് പറഞ്ഞ അടക്കമുള്ള നിയമനിർമ്മാണവും സുതാര്യമായ കാര്യങ്ങളെ പറ്റിയൊക്കെ എല്ലാവരും ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഈ സമരവുമായിട്ട് മമതയ്ക്ക് ഇനി കൂടുതൽ പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് തന്നെ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ നിങ്ങൾ ഇതിൽ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല. മമതയുടെ കാര്യത്തിൽ ഈ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ബംഗാളിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇതാണ്. ഈ CPM-ന്റെ എക്കാലത്തെ നിലപാട് നേരത്തെ നിങ്ങൾ പറഞ്ഞു, ചെകുത്താനെ കൂട്ടുപിടിച്ചാണെങ്കിലും കോൺഗ്രസിനെ എതിർക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ BJP-യുടെ കൂടെ കൂടി ജനസംഘത്തെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ VP സിംഗിൻ്റെ കാലം എല്ലാം നമുക്കറിയാം. നിങ്ങളാണ് BJP-യുടെ കൂടെ കൂടിയവർ. BJP ആദ്യമായി അധികാരത്തിന് നുണയാൻ അനുവദിച്ചത് CPM ആണ്. നിങ്ങൾ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? എന്നിട്ട് ഇപ്പോൾ BJP-ക്കെതിരെ CPM ആണെന്ന് പറഞ്ഞല്ലോ. നല്ല ഒരു ഒക്കേഷൻ അടിയന്തരാവസ്ഥക്കെതിരെ അങ്ങനെ വലിയൊരു മുന്നേറ്റം വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കെതിരെയാണ് മാത്യു, അടിയന്തരാവസ്ഥക്കെതിരെ. അതുകൊണ്ട് എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞാൽ ഇനി മറുപടിക്ക് പറയാൻ എനിക്ക് സമയം തരില്ല എന്നുള്ളത്. അടിയന്തരാവസ്ഥക്കെതിരെ അല്ലല്ലോ. VP സിംഗിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ കയറാൻ പറ്റില്ലല്ലോ. രഥയാത്രയുടെ കാര്യത്തിൽ ആ ഗവൺമെന്റ് താഴെ പോകേണ്ടി വന്നല്ലോ. അതിന് സമയം അവസാനിച്ചിരിക്കുന്നു. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്.